കലാപക്കൊടി ഉയർത്തിയ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ വി.ഡി. സതീശൻ വഴുതക്കാട്ടെ വീട്ടിലെത്തി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം ആഭ്യന്തരമന്ത്രി സ്ഥാനം ലഭിക്കണമെന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് ചെന്നിത്തല. അതിലും തഴഞ്ഞാൽ MLA സ്ഥാനം രാജിവെക്കും. ഹൈക്കമാൻഡിനെ ഉൾപ്പെടെ ഇക്കാര്യം ധരിപ്പിച്ചു. മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവെക്കുന്നതും കീറാമുട്ടിയാകുമോ എന്ന ചിന്തയിലാണ് AICC നേതൃത്വം. സതീശൻ ചെന്നിത്തല കൂടിക്കാഴ്ച പരാജയപ്പെട്ടാൽ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ തുടർ ചർച്ചകൾ ഉണ്ടായേക്കും. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് വഴുതക്കാട്ടെ വീട്ടിലെത്തി ചെന്നിത്തലയെ സതീശൻ കാണുന്നതാണ്. MLA മാർ ജോസഫ് വാഴക്കിനും മറ്റ് MLA മാരുമൊക്കെ വീട്ടിൽ രമേശ് ചെന്നിത്തലയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ സമയത്താണ് സതീശൻ അവിടേക്ക് എത്തിയത്. തൊട്ടു മുൻപ് പിണറായി വിജയന്റെ വീട്ടിലെത്തി സതീശൻ പിണറായിയെ കണ്ട് മടങ്ങിയിരുന്നു. ഇന്ന് അടൂർ പ്രകാശിനെ കണ്ടു, P. ജോസഫിനെ കണ്ടു, G. കാർത്തികേയന്റെ വീട്ടിലെത്തി. അതിനുശേഷമാണ് രമേശ് ചെന്നിത്തലയുമായുള്ള കൂടിക്കാഴ്ച നടക്കുന്നത്. പരിഭവത്തിലാണ് ചെന്നിത്തല, സംശയമില്ല. നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു, ആഭ്യന്തരമന്ത്രി സ്ഥാനം വേണമെന്ന് ആവശ്യം ഉന്നയിക്കുന്നു. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, അനുനയ ശ്രമങ്ങളാണ്. സതീശൻ രാവിലെ മുതൽ നേതാക്കളെ കാണുന്നുണ്ട്. അതിന്റെ ഭാഗമായി മാത്രം കണ്ടാൽ മതിയോ, അതോ മറ്റ് ചില ശ്രമങ്ങൾ ഇതിന്റെ ഭാഗമായി ഉണ്ടോ? രഞ്ജിത്ത്, കൂടിക്കാഴ്ച ഇപ്പോഴും തുടരുകയാണ്. വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ കാണുന്നത്. മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം കടുത്ത അതൃപ്തിയിലായിരുന്നു രമേശ് ചെന്നിത്തല. ഇന്ന് രാവിലെയാണ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്ന് എത്തിയത്. തുടർന്ന് വി.ഡി. സതീശൻ ഇവിടെ എത്തി കാണുമെന്ന വാർത്തകൾ വന്നു. അതിന് പിന്നാലെ അദ്ദേഹം വീട്ടിൽ നിന്ന് മടങ്ങി. എന്നാൽ അല്പസമയം മുമ്പ് അദ്ദേഹം ഇവിടേക്ക് തിരിച്ചെത്തി. കൂടിക്കാഴ്ച ഏതാണ്ട് വി.ഡി. സതീശൻ രമേശ് ചെന്നിത്തല കൂടിക്കാഴ്ച ഏതാണ്ട് 15 മിനിറ്റോളം ആയി അവർ ഇപ്പോൾ സംസാരിക്കുകയാണ്. മറ്റ് നേതാക്കളും ഒപ്പമുണ്ട്. അതുകൊണ്ട് തന്നെ കാര്യമായ ഉപാധികളടക്കമുള്ളവ ഈ ഘട്ടത്തിൽ ചർച്ചയാവാനുള്ള സാധ്യത കുറവാണ്. ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ വി.ഡി. സതീശൻ ഇവിടെ നിന്ന് നേരെ പോകുന്നത് KPCC-യിലേക്കാണ്. KPCC-യിലേക്ക് വരുന്ന മണിക്കൂറിൽ രമേശ് ചെന്നിത്തലയും അവിടേക്ക് എത്താം. ഒരുപക്ഷെ നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ അവിടെയാണ് നടക്കുക. ഏതായാലും ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പ്രഖ്യാപനത്തിന് ശേഷം കടുത്ത അതൃപ്തിയിലായിരുന്ന രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നേരിട്ട് വീട്ടിലെത്തി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. മറ്റൊന്ന്, രമേശ് ചെന്നിത്തല ക്യാമ്പ് ഈ വിഷയത്തിൽ കടുത്ത നിലപാടിലാണ്. അതായത് ചില ഉപാധികൾ ഒരുപക്ഷെ ഇനിയുള്ള ചർച്ചകളിൽ രമേശ് ചെന്നിത്തല മുന്നോട്ട് വയ്ക്കും. അതിൽ ഏറ്റവും പ്രധാനം ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ സതീശൻ മന്ത്രിസഭയുടെ ഭാഗമായി രമേശ് ചെന്നിത്തല ഉണ്ടാകണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് വേണം. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലടക്കം അദ്ദേഹം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പാണത്. നിലവിൽ ധനകാര്യമടക്കമുള്ള വകുപ്പുകൾ അദ്ദേഹത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് കഴിഞ്ഞ ദിവസവും രാവിലെയുമൊക്കെ പുരോഗമിച്ചത്. പക്ഷേ അതിൽ ഒരു വിട്ടുവീഴ്ച വേണം എന്ന നിലപാട് തന്നെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉള്ളത്. ആഭ്യന്തരം വേണം എന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കും. ഒരു പക്ഷേ അതിനുശേഷമുള്ള ചർച്ചകളിൽ, മന്ത്രിസഭാ രൂപീകരണത്തിന് ശേഷമുള്ള ചർച്ചകളിൽ അടക്കമുള്ള കാര്യങ്ങളിൽ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കും. അതായത് KPCC അധ്യക്ഷ പദം ഇപ്പോൾ ഒഴിവരും. ആ ഒഴിവിലേക്ക് രമേശ് ചെന്നിത്തല നിർദ്ദേശിക്കുന്ന ഒരാൾ, ജോസഫ് വാഴക്കൻ അടക്കമുള്ളവരുടെ പേരുകളാണ് സജീവമായി പരിഗണിക്കുന്നത്. അത് ഈ ഘട്ടത്തിൽ തീരുമാനമാകില്ല. പിന്നീട് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമൊക്കെ ആയിരിക്കും ആ ഘട്ടത്തിൽ ചർച്ച നടക്കുക. എന്തായാലും ജ്യോതികുമാർ ചാമക്കാല അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ അകത്തേക്ക് പോകുന്നു. കൂടിക്കാഴ്ച അവസാനിച്ച് അല്പസമയത്തിനകം നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുറത്തേക്ക് ഇറങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിർണായകമായ രാഷ്ട്രീയ ചർച്ചകൾ, ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഉപാധികൾ വച്ചുകൊണ്ടുള്ള ചർച്ച അത് ഈ വീട്ടിൽ വെച്ച് നടക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം നിരവധി നേതാക്കളുണ്ട്. ഇരുവരും എല്ലാ നേതാക്കളുടെയും മുന്നിൽ വെച്ച് രമേശ് ചെന്നിത്തലയുടെ ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ഈ ചർച്ച നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഒരു മഞ്ഞുരുകൽ ഉണ്ടായിരിക്കുന്നു. ഒരുപക്ഷെ പുറപ്പെടുന്നതിന് മുൻപ്, അതായത് ഇറങ്ങുന്നതിന് മുൻപ് ഒരുപക്ഷെ ഇരുവരും മാത്രമായി സംസാരിച്ചാൽ ആ ഉപാധി മുന്നോട്ട് വയ്ക്കും. അതിനോടുള്ള മറുപടിയും സതീശൻ ആ ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കും. എന്തായാലും വരും മണിക്കൂറുകളിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ എത്തുന്നുണ്ട് തിരുവനന്തപുരത്തേക്ക്. KPCC-യിൽ നിർണായകമായ ചർച്ചകൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അതായത് UDF ഉഭയകക്ഷി ചർച്ചകൾക്ക് മുന്നോടിയായി KPCC-യിൽ ചില ചർച്ചകൾ ഉണ്ടാകും. ആ ചർച്ചകളിലായിരിക്കാം ഒരുപക്ഷെ വിശദമായി രാഷ്ട്രീയ കാര്യങ്ങളിൽ വിശദമായ ചർച്ച നടക്കുക. നമുക്ക് കാണാം, രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ ഇപ്പോൾ പ്രവർത്തകരുടെ വലിയൊരു തിരക്കുണ്ട്. രാവിലെ മുതൽ തന്നെ ഇവിടെ പ്രവർത്തകരുടെ തിരക്കുണ്ട്. അദ്ദേഹത്തെ കാണാൻ അനുയായികളുടെ തിരക്കായിരുന്നു. ഇപ്പോൾ വി.ഡി. സതീശൻ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം
പുറത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ത്? ഇരുവരും ഒരുമിച്ചാണ് പുറത്തേക്ക് വരുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. അതായത് വി.ഡി. സതീശൻ ഇവിടെ എത്തിയപ്പോൾ വീട്ടിന് പുറത്തിറങ്ങി സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വി.ഡി. സതീശനെ യാത്രയാക്കാൻ രമേശ് ചെന്നിത്തല കൂടി വരുന്നു. അതായത് ഒരു മഞ്ഞുരുകന്റെ സന്ദേശം. എന്നാൽ ചാനലാരൊന്നും എടുക്കട്ടെ ചേട്ടാ, ഒന്ന് സാറേ രമേശ് ഒരു സ്റ്റെപ്പ് കൂടെ മുകളിലേക്ക്, ഒരു സ്റ്റെപ്പ് ഇല്ല റെഡിയാണോ എല്ലാവരും? മൈക്ക് താഴ്ത്തിയാൽ മതി. മൈക്ക് റെഡിയാണോ? ചോദിക്കാമോ? സി എം എ കൂടിക്കാഴ്ച റെഡി. സി എം എ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമോ? ഞാൻ അദ്ദേഹമായിട്ട് കൂടിക്കാഴ്ച, ഞാനെപ്പോഴും വരുന്ന വീടല്ലേ ഇത്. കൊച്ചിലെ തൊട്ട് ചെറുപ്പത്തിലോട്ട് എൻ്റെ ലീഡറാണ് അദ്ദേഹം എല്ലാ കാലത്തും. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാഹനത്തിലാണ് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയത്. എത്രയോ വർഷമായിട്ട് ഈ വീട് ഉണ്ടാക്കിയ കാലം മുതൽ ഈ വീട്ടിൽ വരുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തെ കാണണ്ടേ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഒരു കാര്യങ്ങളുമില്ല. അദ്ദേഹം എൻ്റെ ജ്യേഷ്ഠ സഹോദരന് തുല്യനായ ഒരാളാണ്, എൻ്റെ നേതാവായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ അനുഗ്രഹവും എനിക്ക് ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുമെന്ന് എനിക്ക് 100% എനിക്ക് ഉറപ്പുണ്ട്. അദ്ദേഹം അത് ചെയ്ത് എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ പാർട്ടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അത് അദ്ദേഹവുമായിട്ട് തന്നെ കൂടിയാലോചിച്ച് ആ കാര്യങ്ങളിലെല്ലാം തീരുമാനമുണ്ട്. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രാവിലെ ഗുരുവായൂരിൽ 1-ാം തീയതി ആയതുകൊണ്ട് ഗുരുവായൂരിൽ പോയി ഞാൻ തൊഴുതിട്ട് പത്രക്കാരെ കണ്ടപ്പോൾ ഞാനിത് പറഞ്ഞതാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞു, വളരെയേറെ വ്യക്തിപരമായ ബന്ധങ്ങളുള്ളവരാണ് ഞങ്ങളെല്ലാവരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.